ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഈ വർഷത്തെ ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ട് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസൊക്കെ നല്ലോണം ഒന്ന് പ്രൈമർ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ NYBയുടെ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ജസ്റ്റ് ഞാൻ ആ ചീക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെറ്റിയുടെ അവിടെയൊക്കെയാണ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ കയറിയിരിക്കാതെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 330 ടോഫിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ സ്കിന്നിന് അതുപോലെ തന്നെ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നൊരു അടിപൊളി ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ടോണർ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. റോസ് വാട്ടറാണ് ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബ്രഷിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലൊന്ന് നല്ലോണം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്ലെൻഡ് ആവും, നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും കേട്ടോ. നല്ല ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോൾ വീഡിയോ. അപ്പോൾ അതിനകത്ത് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാനിവിടെ NYBയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫൗണ്ടേഷനായിട്ടും അതുപോലെ തന്നെ കളർ കറക്റ്ററൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ചീക്ക് ബോൺസിലൊക്കെയാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഫോർഹെഡിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ലോണം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടുത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോണ്ടൂറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ NYBയുടെ കോണ്ടൂറിങ് സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി കോണ്ടൂറിങ് സ്റ്റിക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ലോണം നമുക്ക് കോണ്ടൂറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലോണം ഫേസൊക്കെ നല്ലോണം ഒന്ന് നമുക്ക് സ്ലിം ആയിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ അത് നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ലോണം തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുകയും ചെയ്യും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു NYBയുടെ എല്ലാം അതെ കേട്ടോ. കോണ്ടൂറിങ് സ്റ്റിക്ക് ആയാലും നമുക്കിത് പല ഷെയ്ഡിലും അവൈലബിൾ ആണ്. നമുക്ക് കോണ്ടൂറിങ് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റിക്കായിട്ടും കളർ കറക്റ്ററായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പല ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. നല്ലോണം സ്ലിം ആയിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡിലും നിങ്ങൾക്ക് ആ ഡിഫറൻസ് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. മെയിനായിട്ട് നമ്മൾ കോണ്ടറിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് സ്ലിം ആക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡബിൾ ചിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ഒന്ന് നമുക്ക് ഡബിൾ ചിന്നൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്ലിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടറിങ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ഫ്ലോലെസ് മാറ്റ് ഫിനിഷ് ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ലൂസ് പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതില്ലാത്തവർക്ക് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ സാധാരണ ടാൽക്കൺ പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടായാലും സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒരു ഭംഗി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതായത് ബ്രൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കാവി കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം ഈ ഒരു ക്രീം കളറ് കുറച്ച് ഗ്ലിറ്ററി ടൈപ്പാണ് അതാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ഐലിഡിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് കണ്ണിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ നമുക്കൊരു ഗ്ലാം ലുക്കാണല്ലോ, നമ്മുടെ ഫെസ്റ്റീവ് ലുക്ക് ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലൂറസെന്റ് കളറാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതാണ് ലാക്മേയുടെ. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ലാക്മേയുടെ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അടിപൊളി കാജലാണ്. പിന്നെ ഇത് മേബിലിൻ്റെ തന്നെ
ഐലൈനറാണ് കേട്ടോ. മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഐലൈനറാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതും വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് കണ്ണൊന്ന് കുറച്ചും കൂടി ഫെസ്റ്റിവൽ ലുക്കായതിനെ കൊണ്ട് താഴത്ത് മുകളിലേക്ക് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വാലിക്കിട്ടിട്ടാണ് എഴുതുന്നത്. ചെറുതായിട്ട് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മുടെ ഐബ്രോസ് എപ്പോഴും ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതും പുതിയതായിട്ട് മേടിച്ചതാണ് ആമസോണിൽ നിന്ന്. ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതും തീർന്നു പോയി. അപ്പോൾ അതിന് പകരം ഞാൻ മേടിച്ചതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ബ്രഷും കൂടി വരുന്നതുകൊണ്ട് നമുക്കതൊന്ന് ഐബ്രോസ് നമുക്ക് എഴുതിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചീകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്രഷും കൂടിയുള്ള ഐബ്രോ പെൻസിൽ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പിൻ്റെ ബാക്കിയും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്ലഷാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് 2 ചീക്ക് ബോൺസിൽ ഞാൻ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഞാനിത് മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഷെയ്ഡ് വരുന്നത് പ്ലമ്മാണ് കേട്ടോ. പ്ലമ്മാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അടിപൊളി ഷെയ്ഡാണ്. നമുക്കിത് അധികം നമ്മൾ ഓവറായിട്ട് ഇട്ട പോലെ തോന്നില്ല കേട്ടോ. നമ്മുടെ നാച്ചുറൽ ലുക്കായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നമുക്ക് നാച്ചുറലായിട്ട് തോന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പാലറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. കുറച്ച് ഗ്ലിറ്ററിങ് കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ലോണം നമ്മുടെ ഫേസൊക്കെ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ ചീക്ക് ബോൺസിലും അതുപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ഫോർഹെഡിലും അങ്ങനെയാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റിംഗ് ഏരിയയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു താടിയുടെ ഭാഗത്തും ചുണ്ടിന് മുകളിലേക്കാണ് മെയിനായിട്ട് ഹൈലൈറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൺപീലി നമുക്ക് നല്ലോണം ഒന്ന് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഷുഗറിൻ്റെ മസ്കാരയാണ്. നല്ല ലെങ്തനിങ് കിട്ടുന്ന മസ്കാരയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം നല്ല ജെറ്റ് ബ്ലാക്കാണ്, വാട്ടർ പ്രൂഫാണ്. അത് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ്, വാട്ടർ പ്രൂഫാണ്. നല്ലോണം നമ്മുടെ നല്ല ഡാർക്കനായിട്ട് നമ്മുടെ കൺവീലേക്ക് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇത് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലോണം ചേരുന്നൊരു ഷെയ്ഡാണിത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ ഒരു റെഡി ടു വെയർ സാരിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ റെഡി ടു വെയർ സാരി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എനിക്കൊരു ഓൺലൈൻ ഷോപ്പുണ്ട്, ട്രെൻഡ്സ് ബൊട്ടിക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തേക്കുന്ന റെഡി ടു വെയർ സാരിയാണ്. അപ്പോൾ ഇത് നല്ലോണം നല്ല ഗോൾഡൻ ലൈൻസ് വരുന്ന കോട്ടൺ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ വലിയ പിടുത്തുണ്ടായില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എടുത്ത് നോക്കുന്നതാണ്. അപ്പോൾ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ സാരി ഉടുക്കാൻ അറിയാത്തവർക്കും ഉടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കും ഈസി ആയിട്ട് നമുക്ക് 2 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു റെഡി ടു വെയർ സാരി ഉണ്ടെങ്കിൽ നമുക്ക് സാരി ഉടുത്ത് റെഡിയാവാം. അപ്പോൾ അതാണ് ഈ ഒരു റെഡി ടു വെയർ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ അറിയാം, പക്ഷേ എനിക്ക് കുറച്ച് ടൈം വേണം സാരി ഉടുത്ത് കഴിയാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സാരി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. അപ്പോൾ ഇത് അടിപൊളിയാണ്, നല്ലോണം ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സാരിയാണ്. കോട്ടൻ്റെ ആണെങ്കിലും നല്ല സോഫ്റ്റാണ്. കോട്ടൺ നല്ലോണം സോഫ്റ്റാണ്. പക്ഷേ ഞാൻ കൂടുതലും സെറ്റ് സാരിയൊക്കെ ടിഷ്യൂൻ്റെ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കോട്ടൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല കംഫർട്ടബിളാണ്. നമുക്കിത് ഉടുക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്ലൗസ് ഞാൻ ട്രെൻഡ്സ് ബൊട്ടിക് തന്നെയാണ് കേട്ടത്. അപ്പോൾ ജസ്റ്റ് ബീഡ് വർക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബീഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഫുൾ പിക്ക് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഹാഫ് പോർഷൻ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബൊട്ടിക്കിൻ്റെ പേജ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലതും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, റിപ്ലൈ നിങ്ങൾക്ക് തരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ സാരിയൊക്കെ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ. വലിയ സ്റ്റൈലിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നല്ലോണം മുടി ചെടിയൊക്കെ കളഞ്ഞ് ഈരി വയ്ക്കുകയാണ്. അതിനുശേഷം 2 സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുത്തിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ മുല്ലപ്പൂ ഒന്നല്ല യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ മീഷോന്നൊരു ഹെയർ ആക്സസറി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുല്ലപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുല്ലപ്പൂ ആയാലും വെക്കാം. എൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കരുത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ സ്റ്റൈൽ ഞാൻ വിചാരിച്ച സ്റ്റൈൽ മാറ്റി ഞാൻ ഇതിലേക്ക് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് യു ഷേപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഇറുക്കി സൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഓണം മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്കറും അതുപോലെ തന്നെ ഇയറിംഗ് ഞാൻ മേടിച്ചത് മീഷോന്നാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളി ചോക്കറാണ്. നമുക്ക് ഈ സാരിയുടെ കൂടെയും പ്രത്യേകിച്ച് സെറ്റ് സാരിയുടെ കൂടെയും അതുപോലെ തന്നെ പട്ട് സാരി അങ്ങനത്തെ കാഞ്ചീപുരം സാരീസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുള്ളൂ. നല്ല വെഡ്ഡിങ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഫെസ്റ്റീവ് ലുക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെക്ക് പീസും ഇയറിങ്ങും ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വള ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അത് ഫ്രീ സൈസ് ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.